അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ലോകഗുരുവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യവും സ്ഥൈര്യവും ക്ഷമിച്ച് ഉറച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ്റെ മാർഗത്തിൽ നിൽക്കാനുള്ള ആ സ്ഥൈര്യം പറഞ്ഞു അറിയിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ളതാണ്. നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടും ഒരിക്കലും പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുള്ള വചനത്തിൽ നിന്ന്, വാക്കിൽ നിന്ന്, ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകിലോട്ട് പോകാൻ സമ്മതിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ആ ദൗത്യം മുഴുവൻ ഇറങ്ങി വന്ന വിശുദ്ധ ഖുർആൻ അത് കൃത്യമായിക്കൊണ്ട് പരിപാലിച്ച് പ്രവർത്തിച്ച് പ്രചരിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിലനിർത്തുന്നതിന് കാണിച്ച സഹനം അതും എടുത്തു പറയത്തക്കതാണ്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ ഇന്നേ വരെ ജീവിതത്തിൽ ഒരാളെയും അടിച്ചിട്ടില്ല എന്ന സംഭവം. അതായത് ഭൃത്യനായിരുന്നാലും ഭാര്യയായിരുന്നാലും ശത്രുവായിരുന്നാലും അകാരണമായിക്കൊണ്ട് ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല, യുദ്ധത്തിലല്ലാതെ. യുദ്ധത്തിൻ്റെ സമയത്ത് പോലും പ്രവാചകൻ ആ യുദ്ധം ചെയ്യുന്നതിൻ്റെ കാരണത്തെ ആളുകളുടെ മുന്നിൽ എടുത്ത് പറഞ്ഞുകൊണ്ടും ആയിരുന്നു യുദ്ധം ആരംഭിച്ചിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളെയും വിഷമിപ്പിച്ചിട്ടില്ല. ദഅവത്തിൻ്റെ രംഗത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ ഉപദ്രവിച്ച നിരവധി ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അടിച്ചവരെ തിരിച്ചടിച്ചിട്ടില്ല, വിഷമിപ്പിച്ചവരെ തിരിച്ച് വിഷമിപ്പിച്ചിട്ടില്ല, ചീത്തവാക്കുകൾ പറഞ്ഞവരെ ചീത്തവാക്കുകളെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ല. വളരെ നല്ല നിലയിൽ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല നിലയിലുള്ള ഒരു പ്രതിരോധം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ക്ഷമിച്ച് നിൽക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ പ്രസക്തമാകുന്നു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ. നമുക്ക് കിട്ടുന്ന ആ കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും അനുസരിച്ചുകൊണ്ട് പ്രതികരിക്കുക, നല്ലവരോട് നല്ല നിലയിലും ചീത്ത ആളുകളോട് ചീത്ത നിലയിലും പ്രതികരിക്കുക എന്ന നമ്മുടെ സ്വഭാവം വിട്ടുമാറ്റിക്കൊണ്ട് നാം എന്ത് വേണം? സത്യത്തിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കണം. ഉഹദിലും ബദറിലും ഹന്തക്കിലും ഹൈബറിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ആ അത്ഭുതകരമായ സ്ഥൈര്യം, പ്രവാചകൻ്റെ മുഖം മുറിഞ്ഞപ്പോൾ, കാലുകൾ മുറിഞ്ഞപ്പോൾ, രക്തമൊലിച്ചപ്പോൾ ഒക്കെ തന്നെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാണിച്ച ആ സ്ഥിരത അത് നമുക്കെല്ലാവർക്കും മാതൃകയാകുന്നു. എന്ത് തന്നെ കുഴപ്പങ്ങളുണ്ടായിരുന്നാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നിന്ന് ചുടുചോര കുത്തിയൊലിച്ച സമയത്ത് മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് ചുടുചാരം കത്തിച്ച് അവിടെ പിടിപ്പിച്ച സമയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. രക്തക്കളമായിരുന്നു, യുദ്ധക്കളമായിരുന്നു. ഈ സന്ദർഭത്തിൽ പോലും ദഅവത്തിൽ അടിയുറച്ച് നിൽക്കാൻ ഒരു മനുഷ്യന് സാധിക്കണമെങ്കിൽ അതാകുന്നു പ്രവാചകൻ്റെ മാതൃക നമുക്കുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതിനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.